വർഷം പ്രതിപക്ഷത്തിരുന്നപ്പോൾ കോൺഗ്രസുകാർ നടത്തിയ അലർച്ചകൾ കേരളം കേട്ടിട്ടുള്ളതാണ്. കടം കയറി നാടുമുടിഞ്ഞു, ഖജനാവ് കാലിയായി, പിണറായി സർക്കാർ കേരളത്തെ വായ്പ വാങ്ങി പണയം വെച്ചു എന്നൊക്കെ പറഞ്ഞ് റോഡിലിറങ്ങി സമരം ചെയ്ത കോൺഗ്രസുകാരെയും അന്ന് ആവേശം മുത്ത് മൈക്കിന് മുന്നിൽ വിറച്ചു ചാടിയ നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും ആരും മറന്നു കാണില്ല. ധവളപത്രം ഇറക്കി സാമ്പത്തിക ആഘാതത്തെക്കുറിച്ച് വലിയ പ്രഭാഷണങ്ങൾ നടത്തിയ അതേ സതീശൻ ഇപ്പോൾ സർക്കാരിന്റെ തലപ്പത്തെത്തിയിട്ട് കൃത്യം 2 മാസം ആയിട്ടേയുള്ളൂ. അപ്പോഴേക്കും കേരള ചരിത്രത്തിലെ ഏറ്റവും പുതിയതും ഞെട്ടിക്കുന്നതുമായ ഒരു റെക്കോർഡ് നമ്മുടെ സ്വന്തം കോൺഗ്രസ് സർക്കാർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ചുരുങ്ങിയ 2 മാസം കൊണ്ട് സതീശൻ സർക്കാർ കേരള ജനതയ്ക്ക് നൽകിയ പുത്തൻ സമ്മാനം എന്താണെന്നറിയാമോ? മറ്റൊന്നുമല്ല, ഒറ്റയടിക്ക് അടിച്ചു മാറ്റിയ 10,400 കോടി രൂപയുടെ പുത്തൻ കടം. ആഹാ, എന്തൊരു ഭരണം, എന്തൊരു കാഴ്ച! പറഞ്ഞ വാക്കുകളെല്ലാം വിഴുങ്ങി അധികാരത്തിലെത്തി ഉടനെ കടമെടുപ്പിൽ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് സർക്കാർ. പ്രതിപക്ഷത്തിരുന്നപ്പോൾ വിമർശിച്ച അതേ നാടകം തന്നെയാണ് ഇന്ന് ഭരണത്തിലിരുന്ന് ഇവർ ആവർത്തിക്കുന്നത്. ഏതായാലും ഈ കടമെടുപ്പ് മേളയിൽ മുഖ്യമന്ത്രിയുടെ വിരലുകൾ ഇനി എവിടെയൊക്കെ ചെന്ന് കൊള്ളും? കേരള ജനതയെ കാത്തിരിക്കുന്ന സാമ്പത്തിക ദുരന്തം എന്താണ് എന്നൊക്കെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അധികാരത്തിലേറിയ ഉടനെ ഒരു ധവളപത്രമൊക്കെ ഇറക്കി, ആഹാ, മുൻ സർക്കാർ ഖജനാവ് കാലിയാക്കി എന്ന് പറഞ്ഞ് ജനങ്ങളെ വീണ്ടും പറ്റിക്കാനും അവർ മറന്നില്ല. എന്നാൽ നേരെ കയ്യിൽ കിട്ടിയപ്പോഴോ പറഞ്ഞതെല്ലാം കാറ്റിൽ പറത്തിയിട്ട് കടമെടുപ്പിൽ പുതിയ റെക്കോർഡ് തീർക്കുകയാണ് നമ്മുടെ സതീശൻ സർക്കാർ. അന്ന് മറ്റുള്ളവരെ വിരലൂന്നി വിമർശിച്ചപ്പോൾ ഇന്ന് അതേ കസേരയിൽ ഇരുന്ന് വായ്പയുടെ കണക്കുകളിൽ മുങ്ങി നിൽക്കുന്ന വിചിത്ര കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേവലം 2 മാസം കൊണ്ട്, അത്രയും ചെറിയൊരു കാലയളവിലാണ് സർക്കാർ പൊതുവിപണിയിൽ നിന്ന് വായ്പയായി വാരിക്കൂട്ടിയത് ആകെ 10,000 കോടി രൂപ. കണക്കുകൾ കൃത്യമായി കേട്ടോളൂ. മെയ് 26-നായിരുന്നു ആദ്യത്തെ പടി. പിന്നീട് അങ്ങോട്ട് മാസം തികയും മുമ്പേ കൈയിട്ട് വാരി ഏറ്റവും ഒടുവിലായി ഈ മാസം 21-ന് എടുത്ത 2,200 കോടി രൂപ ഉൾപ്പെടെ ആകെ 5 തവണകളായാണ് ഈ തുക വാങ്ങിക്കൂട്ടിയത്. ഡിസംബർ വരെയുള്ള കേരളത്തിന്റെ ആകെ കടമെടുപ്പ് പരിധി വെറും 23,000 കോടി രൂപയാണ്. ആകെ അനുവദിച്ച വലിയ തുകയുടെ പകുതിയോളമാണ് ഈ 2 മാസം കൊണ്ട് മാത്രം സതീശൻ സർക്കാർ അടിച്ചു മാറ്റി തീർത്തു കളഞ്ഞത്. എങ്ങനെയുണ്ട് ഇവരുടെ സ്പീഡ്? ശരിയാണ്, സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് എന്നൊക്കെയാകും ഇതിന് വക്കീലന്മാർ പറയുന്ന ന്യായീകരണം. പക്ഷേ അതിനൊപ്പം ഇവർ ചെയ്തു കൂട്ടിയ കോപ്പിയടികൾ വേറെയുമുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്ത് വരിവരിയായി പ്രഖ്യാപിച്ച പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര അടക്കമുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഖജനാവിന് വരുത്തിവെച്ച ബാധ്യത ചെറുതൊന്നുമല്ല. ഇതിനു പുറമെ വരാനിരിക്കുന്ന ഓണക്കാല ചിലവുകൾ കൂടി പണം കണ്ടെത്തേണ്ടി വരുമ്പോൾ അടുത്ത മാസങ്ങളിൽ ഈ കടമെടുപ്പ് തുക ഇനിയും കുതിച്ചുയരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ പിന്നെ ജനങ്ങൾ ഇവരെ കളിയാക്കാതിരിക്കുമോ? സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്ത് നാട് ഭരിക്കാൻ ഇറങ്ങിയിട്ട് ഒടുവിൽ ഖജനാവ് കാലിയാക്കി കടം വാങ്ങി കൂട്ടുന്ന വിചിത്ര ഭരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അധികാരത്തിലേറി വെറും 2 മാസം കൊണ്ട് കോൺഗ്രസ് സർക്കാർ കേരള ജനതയ്ക്ക് നൽകിയ ഏറ്റവും വലിയ അംഗീകാരം ഈ 10,000 കോടിയുടെ കിടിലൻ കടമാണ്. പണ്ട് പിണറായി വിജയൻ സർക്കാർ കടം വാങ്ങിയപ്പോൾ ഇവർ നടത്തിയ അലർച്ചകൾ കേരളം മറന്നിട്ടുണ്ടാകില്ല അല്ലേ? ഇവർ നാട് മുടിക്കുന്നു, തലമുറകളെ പണയം വെക്കുന്നു എന്നൊക്കെയായിരുന്നു അന്ന് പ്രതിപക്ഷത്തിൽ ഇരുന്നപ്പോൾ ഉള്ള ഡയലോഗ്. എന്നാൽ ഇന്ന് ഭരണ കസേരയിൽ വന്നിരുന്നപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? അന്ന് എതിർത്ത അതേ വഴിയെ അതേ വേഗതയിൽ പഴയ സർക്കാരിന്റെ പാത കണ്ണടച്ച് പിന്തുടരുകയാണ് നമ്മുടെ പുതിയ സതീശൻ സർക്കാർ. അന്ന് പിണറായി ചെയ്തതൊക്കെ വലിയ കുറ്റവും തെറ്റുമായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്നതൊക്കെ വെറും പൂജ്യമാണോ? അന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ തൊണ്ട പൊട്ടി കരഞ്ഞതൊക്കെ വെറും അഭിനയമായിരുന്നു എന്ന് ഇപ്പോൾ കേരള ജനതയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു. മുൻ സർക്കാരിനെ അനുകരിക്കുന്നതിൽ മാത്രമല്ല, റെക്കോർഡുകൾ ഭേദിക്കുന്നതിലും ഇവർ ഇപ്പോൾ ഒന്നാമതെത്തിയിരിക്കുകയാണ്. ശരിയാണ്, നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തുക? ഭരണം മാറുമ്പോഴും കസേര മാറുമ്പോഴും ആളുകൾ മാറുമെന്നല്ലാതെ ഈ കടമെടുപ്പ് എന്ന് പറയുന്ന സംഗതി മാത്രം കേരളത്തിന്റെ ഒരു അടിയുറച്ച പാരമ്പര്യമായി ഇവിടെ നിലനിൽക്കുകയല്ലേ? ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ഈ കടം വാങ്ങി നാട് മുടിക്കുന്ന പരിപാടി മാത്രം ഒരു മാറ്റവുമില്ലാതെ കൃത്യമായി നടക്കുന്നുണ്ട്. അന്ന് ഇടതുപക്ഷം ചെയ്തപ്പോൾ അത് മഹാപാവമാണെന്ന് പറഞ്ഞ് റോഡിൽ കിടന്ന് ഉരുണ്ടവർ ഇന്ന് അതേ കസേരയിൽ ഇരുന്ന് അതേ പാരമ്പര്യം യാതൊരു മടിയും കൂടാതെ തുടരുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ജനങ്ങൾക്ക് എന്ത് പറയാനാണുള്ളത്? ഭരണമാറ്റം വന്നതുകൊണ്ട് സർക്കാരുകളുടെ ലോഗോ മാറിയിട്ടുണ്ടാകാം, പക്ഷേ ഖജനാവ് കാലിയാക്കുന്ന ഈ കേരളത്തിന് പാരമ്പര്യം മാത്രം ഒരു ചുക്കും പറ്റിയിട്ടില്ലാത്ത തലയുയർത്തി നിൽക്കുന്നുണ്ട്.
പറഞ്ഞു വന്നേയുള്ളൂ, കാര്യങ്ങൾ അവിടെ കൊണ്ട് തീരുന്നില്ല. ഇനി വരാൻ പോകുന്നത് കേരളത്തിന്റെ ഓണക്കാലമാണ്. മാവേലി നാട് കാണാൻ വരുമ്പോൾ നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ ഇരിക്കാൻ പോകുന്നത് വെറും കൈകളും കുന്നുകൂടി കിടക്കുന്ന കടങ്ങളുടെ കണക്കുകളും മാത്രമായിരിക്കും. ആഴ്ചകൾ കഴിഞ്ഞാൽ ബോണസും മറ്റും ശമ്പളവും നൽകാൻ പണം വേണം. അതിനുകൂടി വീണ്ടും കടം വാങ്ങേണ്ടി വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഈ 2 മാസം കൊണ്ടെടുത്ത 15,000 കോടി വെറുമൊരു ട്രെയിലർ മാത്രമാണെന്നും വരാനിരിക്കുന്ന മെയിൻ ചിത്രം ഇതിലും ഭീകരമായിരിക്കുമെന്നും സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഓണം കേട്ടാൽ വെട്ടുകത്തിയെടുത്തവർ ഇന്ന് ഭരണത്തിലിരുന്ന് ഓണക്കച്ചവടത്തിന് പോലും കടം വാങ്ങേണ്ട ഗതികേടിലാണ് എത്തി നിൽക്കുന്നത്. ഇനി ഏറ്റവും രസകരമായ തമാശ എന്താണെന്ന് അറിയാമോ? ഇതിന്റെ ഒക്കെ ഇടയിൽ വലിയ കൊടി കെട്ടി ആഘോഷിച്ച നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയ ഒരു സംഗതി ഉണ്ടായിരുന്നല്ലോ. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. തുടക്കത്തിൽ നല്ല കിടിലെ ഉദ്ഘാടനവും ഫോട്ടോ സെക്ഷനും ഒക്കെയായി കേരളം മുഴുവൻ പണം വാരി എറിഞ്ഞില്ലേ ആ പദ്ധതി. 1 മാസം പിന്നിട്ടപ്പോൾ അതിന്റെ ആകെത്തുക എന്താണെന്ന് അറിയാമോ? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തതിന്റെ പേരിൽ KSRTC കപ്പൽ കീറുന്ന അവസ്ഥയാണ്. പാവം ജീവനക്കാർക്ക് മാസാവസാനം ശമ്പളം കൊടുക്കാൻ പോലും കാശില്ലാതെ ഖജനാവ് പൂജ്യത്തിൽ നിൽക്കുന്നു. സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യത്തിന്റെ ഭാരം മുഴുവൻ ഇപ്പോൾ ചുമക്കുന്നത് KSRTCയിലെ പാവം തൊഴിലാളികളാണ്. സൗജന്യ യാത്ര ആഘോഷമാക്കിയവർ ഇനി ശമ്പളം ചോദിച്ചേരുന്ന ജീവനക്കാരുടെ തലയിൽ എന്ത് മറുപടി കൊണ്ടുവന്ന് ഇടുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇനി അടുത്തതായി നമുക്ക് കാണാൻ പോകുന്ന പ്രധാന കാഴ്ച എന്താണെന്ന് അറിയാമോ? കടം കയറി മുടിഞ്ഞു, ഖജനാവിൽ ചില്ലിക്കാശില്ല എന്ന് ബോധ്യമാകുമ്പോൾ ഈ വക സർക്കാരുകൾ പുറത്തെടുക്കുന്ന അതേ പഴയ ആയുധമുണ്ടല്ലോ, അതായത് കേന്ദ്ര സർക്കാർ കേരളത്തെ ഞെരുക്കുന്നു എന്നുള്ള ആ സ്ഥിരം ഡയലോഗ്. അധികാരത്തിൽ വന്ന 2 മാസം തികയും മുൻപ് തന്നെ 15,000 കോടി അടിച്ചു മാറ്റി കഴിഞ്ഞ ഈ സ്ഥിതിക്ക് ഇനി അടുത്തതായി ഡൽഹിയിലേക്ക് ഒരു വണ്ടി കയറാൻ നമ്മുടെ സതീശൻ സർക്കാരും തയ്യാറെടുക്കുകയായിരിക്കും. ജന്തർ മന്ദറിന് മുന്നിൽ പോയി ഒരു സമരമൊക്കെ നടത്തി ഫോട്ടോയൊക്കെ എടുത്ത് കേന്ദ്രം പണം തരുന്നില്ല എന്ന് ചോദിച്ച് നാട്ടുകാരെ പറ്റിക്കാനുള്ള പുതിയ തിരക്കഥകൾ അവിടെയും റെഡിയായി കഴിഞ്ഞിട്ടുണ്ടാവാം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും മാറി മാറി കുറ്റപ്പെടുത്തിയവർ ഇന്ന് ഭരണ കസേരയിൽ ഇരുന്ന് കൈവിട്ടുപോയ സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള ന്യായീകരണങ്ങൾ കണ്ടെത്താൻ വീണ്ടും ഡൽഹി വിമാനവും നോക്കി നിൽക്കുന്ന വിചിത്ര കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതുപോലെ മറ്റൊരു കൊടികെട്ടിയ തമാശ എന്താണെന്ന് വെച്ചാൽ, ഇലക്ഷൻ കാലത്ത് വോട്ടർമാരെ കയ്യിലെടുക്കാൻ ഇറക്കിയ ആ പവറുള്ള പ്രകടന പത്രികയാണ്. അന്ന് വീടുകൾ തോറും കയറി ഇറങ്ങി എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു ഇവർ വാരി വിതറിയത്. ഞങ്ങൾ വന്നാൽ നാട് സ്വർണ്ണമാകും, ഖജനാവ് കവിഞ്ഞൊഴുകും, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നൊക്കെയായിരുന്നു അന്ന് മൈക്കിൽ തൊണ്ട പൊട്ടിപ്പാടിയത്. എന്നാൽ ഇന്ന് നേരം വെളുത്ത് കസേരയിൽ കയറിയിരുന്നപ്പോഴോ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നോക്കാനോ നടപ്പിലാക്കാനോ നേരം കിട്ടുന്നില്ല. അന്ന് വോട്ടർമാരെ കാണിച്ച് മോഹിപ്പിച്ച ആ വലിയ സ്വപ്നങ്ങളൊക്കെ ഇപ്പോൾ പത്രങ്ങളുടെ കോണിൽ എവിടെയെങ്കിലും പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും. വാഗ്ദാനം കൊടുത്തത് ആകാശത്തോളമാണ്, പക്ഷെ കിട്ടിയത് വായുവിൽ പറന്ന വെറും വായ്പയും കടവും മാത്രം. എന്തൊരു മനോഹരമായ നടപ്പിലാക്കലല്ലേ. എന്തായാലും സതീശൻ സർക്കാരിന്റെ ഈ ഒരു വലിയ നേട്ടത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.